ഒരു അണക്കെട്ടുണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കല്യാണം കഴിക്കുന്ന പോലെയാണ്. എന്ന് ഏത് കല്യാണത്തിലും ഒരു ഡൈവോഴ്സിൻ്റെ ഒരു സാധ്യതയുണ്ട്. പക്ഷെ എന്ന് പൊട്ടി എന്നുള്ളത് എന്ന് കെട്ടി എന്നുള്ളതിനനുസരിച്ചല്ല ഇരിക്കുന്നത്. നമ്മളുടെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ 1978 ഞാൻ ആദ്യമായിട്ട് മുല്ലപ്പെരിയാറിനെ പറ്റിയുള്ള ഈ അപകട വാർത്ത ഞാൻ ആദ്യമായിട്ട് വായിക്കുന്നത്. അന്ന് തൊട്ട് പല പ്രാവശ്യം പല സൈക്കിൾസായിട്ട് ഇങ്ങനെ വരും. ആ സമയത്തെല്ലാം ആളുകൾ പേടിക്കും. പിന്നെ അതങ്ങ് വാർത്തയിൽ നിന്ന് ഇല്ലാതെയായി പോകും എന്നുള്ളതാണ്. എൻ്റെ ഒരു അഭിപ്രായം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു അണക്കെട്ടുണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പൊട്ടാനുള്ള സാധ്യത തീർച്ചയായിട്ടും ഉണ്ട്. അത് ഏത് അണക്കെട്ടിനാണെങ്കിലും ഉണ്ട്. പക്ഷെ അത് എന്ന് പൊട്ടുമെന്നു എന്നുള്ളത് അത് എന്ന് നിർമ്മിച്ചു എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടല്ല, എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളതിനെ അടിസ്ഥാനമായിട്ടാണ്. ഞാൻ കേരളത്തിലെ ക്യാബിനറ്റിൽ വേണ്ടിയിട്ടൊരു ട്രെയിനിങ് ഉണ്ടായിരുന്നു. അന്നും ഈ ചോദ്യം ചോദിച്ചു. ഞാൻ അന്നും അവരോട് പറഞ്ഞ കാര്യമുണ്ട്, അത് കല്യാണം കഴിക്കുന്ന പോലെയാണ്. എന്ന് ഏത് കല്യാണത്തിലും ഒരു ഡൈവോഴ്സിൻ്റെ ഒരു സാധ്യതയുണ്ട്. പക്ഷെ എന്ന് പൊട്ടി എന്നുള്ളത് എന്ന് കെട്ടി എന്നുള്ളതിനനുസരിച്ചല്ല ഇരിക്കുന്നത്, എങ്ങനെ കൊണ്ടു നടക്കുന്നു എന്നുള്ളതിനെ അനുസരിച്ചിട്ടാണ്.